നിങ്ങളുടെ മുന്നിൽ ഒരുപാട് ആളുകൾ പലതരത്തിലുള്ള പ്രലോഭനങ്ങളായിട്ട് വരുന്നുണ്ടാവും. നിങ്ങൾ ഇങ്ങനെയാണ് ചെയ്യേണ്ടത്, അങ്ങനെയാണ് ചെയ്യേണ്ടത്, നിങ്ങൾക്ക് അത്ര ഉണ്ടാക്കാൻ പറ്റും, ഇത്രയും ഉണ്ടാകും. ഈ പ്രലോഭനങ്ങളിൽ നിന്നൊക്കെ നിങ്ങൾ മാറി നിൽക്കാൻ ശ്രമിക്കുക. നിങ്ങൾ ആരുടെ P&L കണ്ടാലും അല്ലെങ്കിൽ എന്ത് കണ്ടാലും നിങ്ങളുടെ അവരുടെ കോഴ്സ് എടുക്കുകയോ അല്ലെങ്കിൽ അവരുടെ ഭയങ്കരമായിട്ടുള്ള പ്രലോഭനങ്ങളിൽ നിങ്ങൾ വീണ് പോവുകയോ ചെയ്യരുത്. പിന്നെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് നിങ്ങൾക്ക് ഗ്രോ ചെയ്ത് പോകാൻ പറ്റുള്ളൂ. ഒരു സുപ്രഭാതത്തിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരിക്കലും നിങ്ങൾക്ക് വലിയൊരു സമ്പന്നതയിലേക്ക് സ്റ്റോക്ക് മാർക്കറ്റിലൂടെ പോകാൻ കഴിയില്ല. ഗ്രാജുവലി ഗ്രോ ചെയ്യാൻ മാത്രമേ പറ്റുള്ളൂ. നിങ്ങളിപ്പോൾ സോഷ്യൽ മീഡിയ തുറന്നു പോയി കഴിഞ്ഞാൽ ട്വിറ്ററിലാണെങ്കിലും ഫേസ്ബുക്കിലാണെങ്കിലും ഒക്കെ വെറും P&L കാണിക്കലാണ്. ഈ P&L കൊണ്ട് നിങ്ങൾക്ക് ഒരു കാര്യമില്ല. നിങ്ങൾ മറ്റൊരാളുടെ P&L കണ്ടുകൊണ്ടോ അല്ലെങ്കിൽ നിങ്ങൾ മറ്റൊരാളുടെ P&L ചോദിച്ചതുകൊണ്ടോ നിങ്ങൾക്ക് ഒരു നേട്ടവും കിട്ടാൻ പോകുന്നില്ല. ആ P&Lൻ്റെ മായാവലയത്തിൽ നിങ്ങൾ പോയി വീഴാതിരിക്കുക. 2023 കാലഘട്ടത്തിൽ 6 മാസത്തോളം ഞാൻ തുടർച്ചയായിട്ട് ഭയങ്കരമായിട്ട് പ്രോഫിറ്റ് ഉണ്ടാക്കിയിട്ടുണ്ട്. ആ 6 മാസത്തെ എൻ്റെ P&L നിങ്ങൾക്ക് കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ അടുത്ത 6 മാസം എൻ്റെ കൂടെ അല്ലെങ്കിൽ എൻ്റെ P&L കണ്ടിട്ട് എൻ്റെ കൂടെ ട്രേഡ് ഞാൻ പറഞ്ഞ പോലെ നിങ്ങൾ ചെയ്താൽ 2023 ആദ്യത്തെ 6 മാസം ഇഷ്ടം പോലെ പൈസ ഉണ്ടാക്കിയിട്ടുണ്ട്. എന്നാൽ 2023 അവസാന 6 മാസം ഇഷ്ടം പോലെ പൈസ നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട്. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് 6 മാസത്തെ P&L കാണിച്ചു തന്നു. എൻ്റെ ഫസ്റ്റ് 6 മാസത്തെ P&L കാണിച്ചു തന്ന് ഇനി അടുത്ത 6 മാസം നിങ്ങൾ ഞാൻ പറയുന്നത് മാത്രം കേട്ടാൽ മതി. ഞാൻ പറയുന്ന പോലെ നിങ്ങൾ ട്രേഡ് ചെയ്തെന്ന് പറഞ്ഞാൽ നിങ്ങൾ പടുകുഴിയിലേക്ക് വീണ് പോയിട്ടുണ്ടാകുമായിരുന്നു. ആ 6 മാസം എനിക്ക് നല്ല നഷ്ടം ഉണ്ടായിട്ടുണ്ട്. നിങ്ങൾ ആലോചിച്ച് നോക്കിയാൽ ഒരു വർഷം ഞാൻ മുഴുവൻ 2021 മുതൽ ഞാൻ 2022 പൂർണ്ണമായിട്ടും ഫുള്ള് പ്രോഫിറ്റിലാണ്. ഞാൻ ഭയങ്കരമായിട്ട് പ്രോഫിറ്റ് ഉണ്ടാക്കിയിട്ടുണ്ട്. ആ ഒരു P&L ഞാൻ നിങ്ങൾക്ക് തന്നു കഴിഞ്ഞാൽ ഞാൻ 2023 ലോസാണ് ഉണ്ടാക്കിയെങ്കിൽ അത് കണ്ടുകൊണ്ട് എൻ്റെ 2022 മുതൽ അല്ല 1 മുതൽ 2022 ഫുൾ P&L നിങ്ങൾ കണ്ടിട്ട് എൻ്റെ കൂടെ നിങ്ങൾ ട്രേഡ് ചെയ്ത് ഞാൻ പറയുന്നതൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടായിരുന്നെങ്കിൽ നിങ്ങൾ 2024 അല്ലെങ്കിൽ 2023 എനിക്ക് ലോസ് വരാം. ഈ സ്റ്റോക്ക് മാർക്കറ്റ് എന്ന് പറഞ്ഞാൽ ഒരു സ്ഥിരതയില്ല. കണ്ടിന്യൂസ്ലി നിങ്ങൾക്ക് ഒരു തരത്തിലും പ്രോഫിറ്റ് ഉണ്ടാക്കിയെടുക്കാൻ കഴിയില്ല. ലാഭം ഉണ്ടാവും, നഷ്ടം ഉണ്ടാകും. നിങ്ങൾ ഒരു മാസത്തെ P&L നോക്കിയോ, ഒരു മാസം നിങ്ങൾക്ക് ലാഭം ഉണ്ടാവും, അടുത്ത മാസം നിങ്ങൾ നഷ്ടത്തിലായിരിക്കും. എന്നാൽ ഒരു മാസത്തെ P&L വെച്ച് നിങ്ങൾക്ക് ആരെയും പറ്റിക്കാൻ പറ്റും അല്ലേ? ഒരു മാസത്തെ P&L ഭയങ്കരമായിട്ട് കാണിച്ചു കൊടുത്തിട്ട് നിങ്ങൾക്ക് ആരെയും പറ്റിക്കാൻ പറ്റും. ഇപ്പോൾ P&L മാത്രം വെരിഫൈഡ് അല്ല, എന്ത് P&L ആയാലും അതിൽ ഒരു കാര്യമില്ല നിങ്ങൾ മനസ്സിലാക്കുക. ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് ക്ലിയർ ആയിട്ടുണ്ടെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. P&L കൊണ്ട് കാര്യമില്ല. ഒരു മാസത്തെ P&L കാണിച്ചു തന്ന ഒരാൾ അടുത്ത മാസം ലോസിലേക്ക് പോവാം. ഒരു വർഷത്തെ P&L കാണിച്ചു തന്ന ആൾ അടുത്ത വർഷം ലോസിലേക്ക് പോവാം. 6 മാസത്തെ P&L കാണിച്ചു തന്ന ആൾ അടുത്ത 6 മാസത്തേക്ക് ലോസിലേക്ക് പോകാം. അപ്പോൾ ഇതൊക്കെ കണ്ടുകൊണ്ട് നിങ്ങൾ അവരുടെ പിന്നാലെ പോയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ അടുത്ത ഘട്ടത്തിലേക്ക് അവർ ലോസിലേക്ക് പോകുമ്പോൾ നിങ്ങൾ നേരിട്ട് ലോസിലേക്കാണ് പോവുക. അവർ കഴിഞ്ഞ മാസം ഉണ്ടാക്കി വെച്ചാൽ പ്രോഫിറ്റ് ആയിരിക്കും നഷ്ടപ്പെടുക. എന്നാലും നിങ്ങൾ പ്യുവർലി നിങ്ങളുടെ കയ്യിലുള്ള ക്യാപിറ്റലായിരിക്കും നഷ്ടപ്പെടുന്നത്. അപ്പോൾ ഇതൊന്നും കൊണ്ട് കാര്യമില്ല. വേണ്ടത് കൃത്യമായ പ്ലാനിങ് ആണ്. ഇപ്പോൾ നിങ്ങൾക്ക് സ്റ്റോക്ക് മാർക്കറ്റിനെ കുറിച്ച് പഠിക്കാൻ ഒരുപാട് അവസരമുണ്ട്. നിങ്ങൾക്ക് നോക്കിയാൽ അറിയാം, സോഷ്യൽ മീഡിയയിൽ അവിടെ എവിടെയെല്ലാം P&L കാണിച്ചു തരുന്നവരും P&L കാണിക്കുന്നവരും ഇവരൊക്കെ പറയുന്നത് P&L കണ്ടുകൊണ്ട് നിങ്ങളുടെ അവരുടെ കോഴ്സ് വാങ്ങിക്കാൻ വേണ്ടിയാണ്. കോഴ്സ് സെല്ലേഴ്സ് ഉണ്ട് ഇഷ്ടം പോലെ. അതേപോലെ തന്നെ യൂട്യൂബേഴ്സ് ഉണ്ട് ഇഷ്ടം പോലെ. യൂട്യൂബിലൂടെ നിങ്ങൾക്ക് ഇഷ്ടം പോലെ കാര്യങ്ങൾ സ്റ്റോക്ക് മാർക്കറ്റിൽ ആവശ്യമുള്ളതും അനാവശ്യമായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് ടൈം കില്ലിംഗ് ആണ്. നിങ്ങൾക്ക് ഈ 2 മാർഗ്ഗങ്ങളിലും ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. ഞാൻ നിങ്ങൾക്ക് നേരത്തെ പറഞ്ഞതുപോലെ P&L കാണിച്ചുകൊണ്ട് ആളുകൾ കോഴ്സ് സെല്ല് ചെയ്യുന്നതിൽ നിങ്ങൾ പോയി വീഴാതിരിക്കുക. അതുകൊണ്ട് നിങ്ങൾക്ക് ഒരു കാര്യമില്ല. നിങ്ങൾ സ്റ്റോക്ക് മാർക്കറ്റിൽ സക്സസ് ആവണമെങ്കിൽ നിങ്ങൾ ട്രേഡിംഗ് എക്സ്പീരിയൻസ് വർദ്ധിപ്പിക്കണം. നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്ത് പഠിക്കേണ്ടതുണ്ട്. അതാണ് വേണ്ടത്. അല്ലാതെ നിങ്ങൾക്ക് ഈ കോഴ്സിൽ സെല്ല് ചെയ്യുന്നതിൽ ഒരു പരിധിവരെയുള്ള ആളുകൾ ട്രേഡ് പോലും ചെയ്യുന്നില്ല. അവരൊരു പരിധിവരെ കോഴ്സ് മാത്രം വിറ്റുകൊണ്ട് വലിയ രീതിയിൽ സമ്പത്ത് ഉണ്ടാക്കുകയാണ്. ഒരുപാട് പൈസ ഉണ്ടാക്കുന്ന ആളുകളുണ്ട്. പക്ഷേ നിങ്ങൾ ആ ട്രാപ്പിലൊന്നും പോയി വീഴാതിരിക്കുക. ആ കോഴ്സ് കൊണ്ട് നിങ്ങൾക്ക് ഒരു കാര്യമില്ല. എന്നാൽ നല്ല രീതിയിൽ കോഴ്സ് കൊടുക്കുന്ന ആളുകളുണ്ട്. അങ്ങനെയുള്ള കോഴ്സുകൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ട്രൈ ചെയ്ത് നോക്കാം. നിങ്ങളൊരു കോഴ്സിൽ ചേരണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ട ഒരേ ഒരു കാര്യം ഇതാണ്. നിങ്ങൾക്ക് കോഴ്സ് തരുന്ന ആൾ ലൈവായിട്ട് മാർക്കറ്റ് അനാലിസിസ് ചെയ്യുന്നുണ്ടോ എന്ന് ചോദിക്കുക. നിങ്ങൾ P&L ചോദിക്കേണ്ട. ഇൻസ്റ്റയിലാണെങ്കിലും ഫേസ്ബുക്കിലാണെങ്കിലും ഇഷ്ടം പോലെ നിങ്ങൾക്ക് P&L കാണിച്ചുകൊണ്ട് ആളുകളെ ട്രാപ്പിലാക്കുന്നത് കാണാൻ പറ്റും, കോഴ്സ് വിൽക്കുന്നത് കാണാൻ പറ്റും. ഈ കോഴ്സിലേക്കൊന്നും നിങ്ങൾ പോകുന്നതിന് മുമ്പ് ഈ കോഴ്സ് സെല്ലറെടുത്ത് നിങ്ങൾ പലരും പറയുന്ന ഇതാണ്, നിങ്ങൾ P&L ചോദിച്ചു നോക്കുന്നത്. ഞാൻ നേരത്തെ P&Lൻ്റെ അവസ്ഥ നിങ്ങൾക്ക് കൃത്യമായിട്ട് പറഞ്ഞു തന്നാണ്. P&L അല്ല നിങ്ങൾക്ക് വേണ്ടത്. അവരുടെ അടുത്ത് നിങ്ങൾ പറയുക, ഒരു 1 അവർ അല്ലെങ്കിൽ ഒരു ഹാഫ് ആൻ അവർ നിങ്ങൾ ലൈവ് മാർക്കറ്റിൽ ട്രേഡ് ചെയ്ത് കാണിച്ചു തരാൻ പറയാം. അല്ലെങ്കിൽ നിങ്ങൾ ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ട് ലൈവ് മാർക്കറ്റ് അനാലിസിസ് ചെയ്യാൻ പറയാം. എന്നിട്ട് അവിടെ നിങ്ങൾ മാർക്കറ്റിൻ്റെ മൂവ്മെൻറ്റ് ക്യാച്ച് ചെയ്ത് തന്നിട്ട് അപ്പ് ആൻഡ് ഡൗൺ നിങ്ങൾ പ്രിഡിക്റ്റ് ചെയ്ത് തരാൻ പറയാം. അല്ലെങ്കിൽ നിങ്ങൾ അവിടെ നിങ്ങൾ ട്രേഡ് എടുക്കുന്നത് പറഞ്ഞു തരാൻ പറയാം. എന്നിട്ട് നിങ്ങൾ പ്രോഫിറ്റിലാക്കാൻ പറ്റുന്നുണ്ടോ എന്ന് കാണിച്ചു തരാൻ പറയാം. എന്നിട്ട് അത് നിങ്ങൾ പഠിക്കും. അവർ ഏത് മെത്തേഡിലാണ് പ്രോഫിറ്റ് ഉണ്ടാക്കുന്നത്, അവർ ഏത് മെത്തേഡിലൂടെയാണ് മാർക്കറ്റ് മുകളിലേക്ക് പോകുന്നതും അല്ലെങ്കിൽ താഴേക്ക് പോകുന്നതും പ്രിഡിക്റ്റ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഒരു സ്റ്റോക്ക് മുകളിലേക്ക് പോകുന്നുണ്ടോ താഴേക്ക് പോകുന്നുണ്ടോ അവരെങ്ങനെയാണ് മനസ്സിലാക്കുന്നത്, അത് നിങ്ങൾക്ക് പഠിപ്പിച്ചു തരാൻ പറ. നിങ്ങൾ അവർ ലൈവായിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരട്ടെ. ലൈവായിട്ട് നിങ്ങൾ ഇതല്ലാതെ വേറെ ഒരു മാർഗ്ഗവും നിങ്ങൾക്കില്ല. ലൈവായിട്ട് അവർ ലൈവിൽ വന്നുകൊണ്ട് നിങ്ങൾക്ക് മാർക്കറ്റിൻ്റെ മൂവ്മെൻറ്റ്സിനെ പറഞ്ഞു തരാൻ പറ്റുകയാണെങ്കിൽ നിങ്ങൾ അവരെ മാത്രം വിശ്വസിച്ചോ. നിങ്ങൾ അവരെ കൂടെ പോയിക്കോ. നിങ്ങൾ അവരെ കോഴ്സ് അറ്റൻഡ് ചെയ്തോ, ഒരു കുഴപ്പമില്ല. നിങ്ങൾ ലൈവിൽ പറഞ്ഞ അന്ന് മാർക്കറ്റ് ഏത് രീതിയിലാണ് മുകളിലേക്ക് പോകുന്നത് നിങ്ങൾ പറഞ്ഞില്ലേ, നിങ്ങൾ അതെന്തുകൊണ്ടാണ് പറഞ്ഞത്, അല്ലെങ്കിൽ അങ്ങനെയാണ് നിങ്ങൾക്ക് അന്നത് പ്രിഡിക്റ്റ് ചെയ്യാൻ പറ്റിയത്, അത് എനിക്ക് പഠിപ്പിച്ചു തരുമോ, എത്ര പൈസ വേണമെങ്കിൽ തരാമെന്ന് പറ. നിങ്ങൾ അങ്ങനെ ആളുകളുണ്ടെങ്കിൽ അങ്ങനെ മാത്രം നിങ്ങൾ കോഴ്സിന് ആളുകളെ സെലക്ട് ചെയ്യുക. അല്ലാതെ നിങ്ങൾ ഒരു തരത്തിലും
ഈ കോഴ്സ് സെല്ല് ചെയ്യുന്ന ആളുകളിൽ ഒരു പരിധി വരെ സ്റ്റോക്ക് മാർക്കറ്റിനെ പറ്റി പഠിച്ചത് യൂട്യൂബിലൂടെയോ അല്ലെങ്കിൽ അവിടെ നിന്ന് വായിക്കുന്ന പുസ്തകങ്ങളോ അങ്ങനെയുള്ളത് വെച്ചുകൊണ്ട് മാത്രം അവരുടെ കോഴ്സ് ഡിസൈൻ ചെയ്യുകയാണ്. എന്നിട്ട് അത് നിങ്ങൾക്ക് ഹ്യൂജ് എമൗണ്ടിന് വിൽക്കുകയാണ് അല്ലേ. 80,000 വരെ കോഴ്സ് ഫീ കൊടുത്ത് പഠിച്ചവർ നമ്മുടെ ഓഫീസിലൊക്കെ വന്ന് ട്രേഡ് ചെയ്യുന്നുണ്ട്. അവരൊന്നും അറിയില്ല, സ്റ്റോക്ക് മാർക്കറ്റിനെ കുറിച്ച് വലിയൊരു ധാരണ ഇപ്പോഴും ഇല്ല. അവർ ട്രേഡ് ചെയ്യുന്നുണ്ട്. ചില കാര്യങ്ങളൊക്കെ ചോദിക്കുമ്പോൾ അവർ ചോദിക്കുകയാണ് അങ്ങനെയൊക്കെ ഉണ്ടോ എന്ന്. അപ്പോൾ 80,000 രൂപ കൊടുത്തിട്ട് കോഴ്സ് ചെയ്തവരൊക്കെ നമ്മൾ ഓഫീസിൽ വന്നിട്ടുണ്ട്. ഇപ്പോൾ ഇതിൻ്റെ ഒക്കെ അനുഭവത്തിലൂടെയാണ് പറയുന്നത്. നിങ്ങൾ കോഴ്സ് ബൈ ചെയ്യാൻ പോകരുത്, ആരും കോഴ്സ് ബൈ ചെയ്യരുത്. ബൈ ചെയ്യുന്നതിന് മുമ്പ് നിങ്ങൾ ഈ 2 കാര്യം ചെയ്യുക. ഒന്ന്, നിങ്ങൾ അത്യാവശ്യം കുറച്ച് കാര്യങ്ങൾ ബേസിക്സ് അവർ പഠിപ്പിക്കുന്ന എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് യൂട്യൂബിൽ കിട്ടും. അവർ പഠിപ്പിക്കുന്ന എല്ലാ കാര്യങ്ങളും. പക്ഷേ ടൈം കില്ലിംഗ് എന്ന് മാത്രമേ അതിൻ്റെ ഒരു പ്രശ്നമുള്ളൂ. അപ്പോൾ അത് നിങ്ങൾ ചകഞ്ഞെടുത്ത് കഴിഞ്ഞാൽ എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് കിട്ടും പൈസ കൊടുക്കാതെ. അതുപോലെ തന്നെ അങ്ങനെ നിങ്ങൾ കോഴ്സ് ബൈ ചെയ്യുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ പറഞ്ഞതുപോലെ നിങ്ങൾ അവരുടെ അടുത്ത് ഒരു ലൈവ് ചെയ്യാൻ പറയുക. യൂട്യൂബിലോ അല്ലെങ്കിൽ എവിടെയെങ്കിലും നിങ്ങൾക്ക് ഒരുപാട് മീഡിയാസ് ഉണ്ടല്ലേ, അതിലൂടെയൊക്കെ എന്തെങ്കിലും ഒരു ലൈവ് ചെയ്യാൻ പറയാം. മാർക്കറ്റിൻ്റെ മൂവ്മെൻറ്റ് നിങ്ങൾ പ്രിഡിക്റ്റ് ചെയ്ത് പറയാൻ പറയാം. അല്ലെങ്കിൽ ഒരു സ്റ്റോക്കിൻ്റെ മൂവ്മെൻറ്റ് ഒന്ന് പ്രിഡിക്റ്റ് ചെയ്യുന്നത് കാണിച്ചു തരാൻ പറയാം. ഒരു അരമണിക്കൂർ ലൈവ് ചെയ്യട്ടെ അവർ. ആ ലൈവിലൂടെ അവർ പ്രോഫിറ്റ് ഉണ്ടാക്കുന്നുണ്ടോ അല്ലെങ്കിൽ പ്രോഫിറ്റ് ഉണ്ടാക്കാവുന്ന തരത്തിലുള്ള കാര്യങ്ങൾ പറയുന്നുണ്ടോ എന്ന് നിങ്ങൾ നോക്കുക. എന്നിട്ട് നിങ്ങൾ അവരുടെ കോഴ്സ് ബൈ ചെയ്തോ. എനിക്ക് തോന്നുന്നു അങ്ങനെ ലൈവ് ചെയ്യുന്നവർക്ക് കോഴ്സ് ചെയ്യാൻ സമയം ഉണ്ടാവില്ല, അല്ലെങ്കിൽ ഈ കോഴ്സ് ചെയ്യുന്നവർക്ക് അങ്ങനെ ലൈവ് ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ടാവില്ല. നിങ്ങൾ നോക്കിയോ, അങ്ങനെ നിങ്ങൾ മുന്നോട്ട് പോവുക. എന്നിട്ട് മാത്രമേ നിങ്ങളൊരു കോഴ്സ് ബൈ ചെയ്യാവൂ. ഇത്രയും കാര്യങ്ങളിലൂടെ നിങ്ങൾ ഓർത്ത് വെക്കുക.